ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1632. ഇന്ന് ജൂൺ മാസം 19-ാം തീയതി 171-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 5-ാം അധ്യായം ഗിരിപ്രഭാഷണത്തിന്റെ ആരംഭത്തില് മലമുകളിൽ കയറുകയാണ് യേശു. ജനക്കൂട്ടത്തെ കണ്ട് മലമുകളിലേക്ക് കയറിയിരിക്കുകയാണ്. അവരെ പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും തുടങ്ങുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്റെ മുമ്പിലുള്ള വലിയൊരു ജനക്കൂട്ടത്തെ യേശു ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടിരുന്നു. പട്ടണം തോറും ഗ്രാമം തോറും യേശു സഞ്ചരിച്ചു. അവരുടെ ദേവാലയത്തിൽ ഉപദേശിച്ചു, ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിച്ചു, സകലവിധ ദീനവും വ്യാധിയും സൗഖ്യമാക്കി. അങ്ങനെയാണ് സുവിശേഷത്തിലൂടെയുള്ള യേശുവിന്റെ യാത്ര നമുക്ക് ബോധ്യപ്പെടുന്നത്. യേശു ആൾക്കൂട്ടത്തെ എങ്ങനെയാണ് കണ്ടത്? ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കാണുന്നു. അവരെ ഓർത്ത് മനസ്സലിയുന്നു. എന്നിട്ട് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, എന്നാൽ വേലക്കാര് ചുരുക്കമാണ്. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിനെന്ന് പറയുന്നു. അങ്ങനെയാണ് 12 പേരെ അടുക്ക വിളിക്കുന്നത്, അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ, സകലവിധ ദീനവും വ്യാധിയും പൊറപ്പിപ്പാൻ അധികാരം കൊടുക്കുന്നത്. അങ്ങനെയാണ് അവരോട് ചില ആജ്ഞകളൊക്കെ നൽകി, കൽപ്പനകളൊക്കെ നൽകി അവരെ അയക്കുന്നത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിപ്പാനായിട്ട് അവരെ നിർബന്ധിക്കുന്നു. പറഞ്ഞു വരുന്നത്, എത്ര വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവരാണ് സത്യത്തില് ക്രിസ്തു അനുയായികൾ, ക്രിസ്തുവിന്റെ ഭക്തരും ശിഷ്യരുമൊക്കെ. അത് എപ്പോഴെങ്കിലുമൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ? അതൊന്ന് തിരിച്ചറിയാനായിട്ട്, അവയിലേക്കൊന്ന് മടങ്ങിയെത്താനായിട്ട് ഏറ്റവും നല്ല കാലം എനിക്ക് തോന്നുന്നു ജൂൺ മാസത്തിന്റെ അവസാന ദിനങ്ങളാണ്. പ്രത്യേകിച്ച് ശിഷ്യന്മാരെ കാര്യമായി നമ്മളൊന്ന് അനുസ്മരിക്കുന്ന സന്ദർഭത്തില് 12 അപ്പോസ്തലന്മാരുടെയും പൗലോസ് അപ്പോസ്തലന്റെ ഒക്കെ ഓർമ്മ പെരുന്നാളായിട്ട് നമ്മൾ കൊണ്ടാടുമ്പോൾ ഒരു വലിയ ദൗത്യം ജീവനെ ത്യജിച്ച് ഏറ്റെടുത്തവരാണ്. സകലതും ഉപേക്ഷിച്ചും മറന്നും ഏറ്റെടുത്തവരാണ്. നമ്മളാവട്ടെ സകലത്തിന്റെയും പിന്നാലെ പോകുന്നതിന്റെ വലിയ തിരക്കുകൾക്കിടയിൽ സകലത്തിന് നമ്മളെ പ്രാപ്തനാക്കിയ യേശുവിനെയാണ്, ദൈവത്തെയാണ് വിസ്മരിച്ചു പോകുന്നത്. അത്രത്തോളമുണ്ട് അവരുടെ നമ്മളുടെയും ജീവിതത്തെ ഒന്ന് താരതമ്യം ചെയ്താല് വ്യത്യാസം. എപ്പോഴാണ് നമ്മളും ശരിയായ പാതയിലെത്തുക? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് അരുളി ചെയ്തിട്ടും നമ്മൾ ഇതുവരെയും ആ വഴിയിലെത്തിയിട്ടില്ല. പിന്നല്ലേ നമ്മൾ സത്യത്തിലെത്തുക? ഒടുവിൽ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെ പോയാല് ജീവനിലേക്ക് എത്തുക? ഒന്ന് കാര്യമായി ചിന്തിക്കണേ, ഭാരപ്പെടണമേ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.